Hello friends, welcome back to Sri's Craft World. ഇന്ന് നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിനു മുമ്പ് നമ്മൾ ക്രിസ്മസ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂട്ടിയിട്ട് ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് കുറച്ചൊരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് എടുക്കാം. ചെറിയൊരു പീസ് മതി. എന്നിട്ട് അതിൽ ഒരു ജിഞ്ചർ ബ്രെഡ് മാൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇത് വരച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് അതിൻ്റെ ഔട്ട്ലൈനിലേക്കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈസ് 6x4 cm ആണ്. ഇനി ഞാനിവിടെ ഫെവിക്രിലിൻ്റെ 3D നിയോൺ ലൈനേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 4 കളറാണ് വന്നിട്ടുള്ളത്. ഗ്രീൻ നിയോൺ ആണ്, നിയോൺ ഗ്രീൻ, പിങ്ക്, യെല്ലോ, ഓറഞ്ച്. അപ്പോൾ ഇതിന് ശരിക്കും വേണ്ടത് ഗ്രീൻ, റെഡ്, വൈറ്റ് ആണ്. അതിന് പകരമായിട്ടാണ് ഞാൻ ഈ കളേഴ്സ് യൂസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ഡിസൈൻസൊക്കെ ഉണങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിൽ ഇനി ഒരു നൂല് ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാനിത് ഇവിടെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് മാസ്കിംഗ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫെവിക്കോളോ ക്വിക്ക് അങ്ങനത്തെ ഗ്ലൂസ് അല്ലെങ്കിൽ ഗ്ലൂ ഗണ്ണ്, സെലോ ടേപ്പ് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ജിഞ്ചർ ബ്രെഡ് മാൻ റെഡിയായി. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ 2 എണ്ണം ഒന്നിച്ച് ഒട്ടിച്ചിട്ട് വേണമെങ്കിൽ തൂക്കാം. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നായിട്ട് മാത്രം തൂക്കിയാലും മതി. ഞാനിപ്പോൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ? അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ക്രിസ്മസിന് തൂക്കിക്കോളൂ. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾ ഇതുപോലത്തെ നല്ല വീഡിയോസായിട്ട് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.